ഖത്തറിലുണ്ടായ സ്ഫോടനത്തിൽ മരിച്ച പുറമേരി സ്വദേശി അർജുന്റെ മൃതദേഹം കാലത്ത് 6:30 വെള്ളൂരിലെ വീട്ടിലെത്തിച്ചു. വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നാട്ടുകാരും ബന്ധുക്കളും അന്തിമോപചാരം അർപ്പിച്ചു. പ്രവാസ ലോകത്തെ ഞെട്ടിച്ച സ്ഫോടനമായിരുന്നു ഉണ്ടായത്. അർജുന്റെ അകാല വിയോഗം നാടിനെയാകെ കണ്ണീരിലാഴ്ത്തി. 1.5 വർഷം മുൻപായിരുന്നു അർജുന്റെയും വാണിമേൽ സ്വദേശിനിയായ അതുല്യയുടെയും വിവാഹം. കഴിഞ്ഞ ഓണാഘോഷത്തിന് അർജുൻ നാട്ടിലെത്തിയിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലാണ് ഖത്തറിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. അറ്റകുറ്റപ്പണികൾക്കിടയിൽ ഉണ്ടായ സ്ഫോടനത്തിലാണ് അർജുന് ജീവൻ നഷ്ടമായത്. 12 ഇന്ത്യക്കാർ ഉൾപ്പെടെ ആകെ 13 പേർ മരിച്ചതായി ഖത്തർ എനർജി അധികൃതർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു. മരിച്ച മറ്റൊരാൾ പാകിസ്ഥാനിയാണ്. അപകടത്തിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ 66 തൊഴിലാളികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അർജുനെ അവസാനമായി കാണാൻ നാടിന്റെ നാനാ തുറകളിൽ നിന്നും ആളുകൾ വീട്ടിലേക്കെത്തി. കഴിഞ്ഞ ഞായറാഴ്ച ഖത്തറിലുണ്ടായ പാചകവാതക ദുരന്തത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. അർജുൻ്റെ വേർപാട് നമ്മുടെ പ്രദേശത്തെ ആകെ ദുഃഖത്തിലാക്കിയിരിക്കുകയാണ്. വളരെ ഒരുപാട് കാലം നമ്മോടൊപ്പം ജീവിക്കേണ്ട അർജുൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ജീവിതം കരുപിടിപ്പിക്കുന്നതിന് വേണ്ടി പ്രവാസ ജീവിതം നയിച്ചപ്പോൾ ആകസ്മികമായുണ്ടായ വേർപാട് നമ്മുടെ പ്രദേശത്തെയും നാട്ടുകാരെയും അവരുടെ കുടുംബത്തെയും ആകെ ദുഃഖത്തിലാക്കിയിരിക്കാൻ അവരുടെ കുടുംബത്തിന് വന്നു ചേർന്ന ഈ തീരാ ദുഃഖത്തിൽ നമ്മൾ നാട്ടുകാരും പങ്കുചേരുകയാണ്. അവരുടെ വേർപാട് അവരുടെ കുടുംബത്തിന് നികത്താനാകാത്തതാണ്. ആ വേർപാടിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്.